നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ SFI അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതിയിൽ വാദിക്കാനെത്തിയ പുറമേ നിന്നുള്ള അഭിഭാഷകന് KSIDC നൽകിയത് 82.5 ലക്ഷം രൂപ. KSIDCക്ക് നിയമോപദേശം നൽകാൻ സ്ഥിരം അഭിഭാഷകൻ നിലവിലിരിക്കെയാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരാകാൻ പുറമേ നിന്ന് ഇത്രയും വലിയ തുക നൽകി മറ്റൊരു അഭിഭാഷകനെ കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിലെ SFI അന്വേഷണം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്താൻ അഡ്വക്കേറ്റ് CS വൈദ്യനാഥനാണ് KSIDCയിൽ നിന്ന് 82.5 ലക്ഷം രൂപ നൽകിയത്. നിയമോപദേശം നൽകാൻ പ്രതിവർഷം 3.36 ലക്ഷം രൂപ നൽകി PU ശൈലജൻ എന്ന അഭിഭാഷകൻ പൊതുമേഖലാ സ്ഥാപനത്തിനുണ്ടെന്നിരിക്കെയാണ് ഈ കേസിൽ മാത്രം പുറമേ നിന്ന് വൻ തുകയ്ക്ക് അഭിഭാഷകനെ നിയോഗിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരി 24, ഫെബ്രുവരി 7, 12 എന്നീ ദിവസങ്ങളിലാണ് 3 സിറ്റിംഗിനായി ഈ കനത്ത പ്രതിഫലം നൽകിയത്. പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് MK ഹരിദാസിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് KSIDCയുടെ വെളിപ്പെടുത്തൽ. 2022-2023 കാലയളവിൽ ഈ വിഷയത്തിലെ നിയമോപദേശത്തിന് KSIDC 4.05 ലക്ഷം രൂപ വേറെയും ചെലവഴിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ പുറമേ നിന്ന് നിയമോപദേശം തേടാൻ ചെലവഴിച്ച വൻ തുകയ്ക്ക് പൊതുമേഖലാ സ്ഥാപനമായ KSIDC അധികൃതർ ഉത്തരവാദികളാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDCയുടെ അഭിഭാഷക ചെലവിനെക്കുറിച്ച് ഉത്തരം പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. KSIDCയുടെ അഭിഭാഷക ചെലവിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതേസമയം മാസപ്പടി കേസിൽ എക്സാലോജിക്കുമായുള്ള ഇടപാടിന്റെ പൂർണ്ണ രേഖകൾ CMRL കൈമാറുന്നില്ലെന്ന് ED കോടതിയിൽ അറിയിച്ചു. കരാർ രേഖകളടക്കം കൈമാറിയെന്ന് ED പറയുന്നു. ED ആവശ്യപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാർ രേഖകളുമാണ്. ചീഫ് ഫിനാൻസ് മാനേജർ P. സുരേഷ് കുമാർ കരാർ രേഖ ഹാജരാക്കിയില്ല. ആവശ്യപ്പെട്ട രേഖകൾ ആദായനികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിക്കുകയും തീർപ്പാക്കുകയും ചെയ്തതാണെന്നാണ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. അങ്ങനെ തീർപ്പാക്കിയ കേസിന്റെ രേഖകൾ കൈമാറാൻ സാധിക്കില്ലെന്ന മറുപടിയാണ് നൽകിയത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകിയതെന്നും ED പറയുന്നു. സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവനും ചോദ്യം ചെയ്യും. അതിനിടെ മാസപ്പടി കേസിൽ SFI ED അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ ഹർജിയിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. മാസപ്പടി കേസ് ആദായനികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റന്വേഷണത്തിന് ആവശ്യമില്ലെന്നുമാണ് CMRL ഹർജിയിൽ വ്യക്തമാക്കുന്നത്. ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും CMRL നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെടുന്നു. കേസിൽ CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ED ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ആലുവയിലെ വീട്ടിലെത്തി നേരിട്ടെത്തിയാണ് ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കർത്തയെ ചോദ്യം ചെയ്യാൻ ED നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ചോദ്യം ചെയ്യലിൽ ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിൽ ഹാജരാകാതെ കർത്ത ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയായിരുന്നു. യാത്ര ചെയ്യാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ രേഖകളും ഹാജരാക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള ദുരൂഹ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം മൊഴിയെടുക്കുന്നത്. കർത്തയോട് ചൊവ്വാഴ്ച ഹാജരാകാൻ ED ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവാക്കുകയായിരുന്നു.